സ്വന്തം മണ്ണിലെ, എൻ്റെ സ്വന്തം നിലമ്പൂരിലെ എൻ്റെ സ്വന്തം നാട്ടുകാരെ, ഈ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, രണ്ട് കാര്യങ്ങളിൽ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ അവധി പറയുകയാണ്. ഒന്ന്, ഞാൻ ഈ വേദിയിൽ ഒരു ചീഫ് ഗസ്റ്റ് അല്ല. കാരണം ഞാൻ ഈ നാട്ടുകാരനാണ്, നിലമ്പൂരിൻ്റെ മണ്ണിലൂടെ നടന്ന വ്യക്തിയാണ്. നിലമ്പൂർ പാട്ടുത്സവത്തിന് പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിനിടയിലൂടെ ഇവിടെ നടക്കുന്ന ജാലവിദ്യകളും ചെപ്പും പന്തും ജാലവിദ്യകളും ചെപ്പടി വിദ്യകളും കണ്ടു നടന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് താൽക്കാലികമായി തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയെങ്കിലും മനസ്സ് ഈ നിലമ്പൂരിൻ്റെ മണ്ണിലുണ്ട്. അമ്മയുടെ മുലപ്പാലിൻ്റെ രുചി ഇന്നും എൻ്റെ നാവിലുണ്ട്. ഈ മണ്ണിലാണ് ഞാൻ വളർന്നതും എല്ലാം. അതുകൊണ്ട് ആദ്യം അതിൽ നിന്ന് ചീഫ് ഗസ്റ്റ് എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറ്റി നിൽക്കുന്നു. രണ്ടാമത്, ഈ പരിപാടിയുടെ സമാപന പരിപാടി 9 ദിവസമായി 12 ദിവസമായി ഇവിടെ നടക്കുന്ന ഈ പാട്ടുത്സവത്തിൻ്റെ ഈ മഹോത്സവം എന്ന് തന്നെ പറയണം, ഒരു വലിയ ആംബിയൻസിൽ നടക്കുന്ന ഈ പരിപാടി കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിൻ്റെ മണ്ണിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ഈ പാട്ടുത്സവം, അതിൻ്റെ 2015 പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ ഔപചാരികമായി സമാപന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ഞാനാണ്. അതും ഞാനല്ല നിർവഹിക്കുന്നത്, അതാരാണ് നിർവഹിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. ഞാനിത് പറയാൻ കാരണം, ഒരു കമ്പനിയുടെ കോളനിക്ക് മുമ്പിൽ ഒരു 4 കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛനാണ് ഈ കമ്പനിയുടെ MD എന്ന് പറഞ്ഞു, മാനേജിംഗ് ഡയറക്ടർ. രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛനാണ് ഈ കമ്പനിയുടെ മാനേജർ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛനാണ് ഈ കമ്പനിയുടെ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു. നാലാമത്തെ കുട്ടി ഒന്നും മിണ്ടാതെ കണ്ണിൽ മുഴുവൻ വെള്ളം നിറച്ച് അമ്മയുടെ അരികിലേക്ക് ഓടി. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, അമ്മേ, ഞാൻ എന്താണ് പറയേണ്ടത്? ഒരാൾ പറയുന്നു ആ കുട്ടിയുടെ അച്ഛൻ MD ആണ് എന്നുള്ളത്. രണ്ടാമത്തെ ആൾ പറയുന്നു ആ കുട്ടിയുടെ അച്ഛൻ ഈ കമ്പനിയുടെ മാനേജറാണ് എന്നുള്ളത്. മൂന്നാമത്തെ ആൾ പറയുന്നു ആ കുട്ടിയുടെ അച്ഛൻ ഈ കമ്പനിയുടെ സൂപ്പർവൈസറാണ് എന്നുള്ളത്. ഞാൻ എങ്ങനെ പറയും അമ്മേ എന്ന് ചോദിച്ചു. അമ്മ ആ കുട്ടിയുടെ തലമുടി നാരുകൾക്കിടയിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ധൈര്യമായിട്ട് പറയാം, നിന്റെ അച്ഛൻ ഈ കമ്പനിയുടെ ചുമട്ടുതൊഴിലാളിയാണ് എന്നുള്ളത്. കാരണം ഈ കമ്പനിയുടെ സൂപ്പർവൈസർ ഒരാഴ്ച ഓഫീസിൽ വന്നില്ലെങ്കിൽ പോലും കമ്പനി ഇതുപോലെ നടക്കും. ഈ കമ്പനിയുടെ മാനേജർ 15 ദിവസം ഇവിടെ വന്നില്ലെങ്കിൽ പോലും കമ്പനി ഇതുപോലെ സ്മൂത്തായിട്ട് റൺ ചെയ്യും. ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ 1 മാസം ലീവ് എടുത്തു കഴിഞ്ഞാൽ പോലും ഈ കമ്പനി ഇതുപോലെ നടക്കും. പക്ഷേ നിന്റെ അച്ഛനെ പോലെയുള്ള ചുമട്ടുതൊഴിലാളികൾ 1 ദിവസം പണി മുടക്കി കഴിഞ്ഞാൽ ഈ കമ്പനി നിശ്ചലമാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്കോ ഇവിടെ 1 ദിവസം കലാപരിപാടി അവതരിപ്പിക്കാൻ വരുന്ന ഒരാൾ വന്നില്ലെങ്കിലോ ഒന്നും ഈ പരിപാടിക്ക്, ഈ മഹോത്സവത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ, ഈ ജനത, ഇത്രയും വലിയ ജനക്കൂട്ടം ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഇല്ലാതെയാവും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളാണ് ഈ പരിപാടി ഔപചാരികമായി, ഈ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യർ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമുക്ക് ഈ വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് ഈ പരിപാടിയുടെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി കൈയടിച്ചുകൊണ്ട് പ്രഖ്യാപിക്കാം. ഈ വേദിയിലിരിക്കുന്ന ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഞാൻ പറയുന്നത് ഏറ്റവും വലിയൊരു ഇന്ദ്രജാലക്കാരനാണ് അദ്ദേഹം. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് ഇതുപോലെയുള്ള ഈ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ച് എത്രയോ കലാകാരന്മാരെ, എത്രയോ സാംസ്കാരിക നായകന്മാരെ ഈ വേദിയിൽ കൊണ്ടുവന്ന് ആദരിച്ച് അവരുടെ പരിപാടികൾ നമ്മുടെ നിലമ്പൂരിൻ്റെ മണ്ണിലുള്ള ആളുകൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഇത്രയും വലിയൊരു ജനതയെ ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും സമാധാനപരമായി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അത് ഒരു മാജിക് എന്നല്ലാതെ എന്താണ് പറയുക, ഒരു വലിയ ഇന്ദ്രജാലം എന്നല്ലാതെ എന്താണ് പറയുക. തൈക്കുടം ബ്രിഡ്ജിൻ്റെ ഫേസ്ബുക്കിൽ അവർ പറഞ്ഞതുപോലെ തന്നെ, അവർ നടത്തിയ പരിപാടിയിൽ ഏറ്റവും സമാധാനപരമായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച വേദി എന്ന് പറയുന്ന നിലമ്പൂരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് രോമം എണീറ്റ് നിൽക്കുകയാണ്. കാരണം എൻ്റെ നാട്ടിലുള്ള, എൻ്റെ മണ്ണിലുള്ള, എൻ്റെ പ്രിയപ്പെട്ട ഇത്രയും വലിയ ഈ ജനക്കൂട്ടമാണ്
സമാധാനപരമായി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുള്ള എല്ലാ സന്നാഹവും ഒരുക്കിയത് എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ഈ വലിയ ജനതയെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതൊരു കൂട്ടായ്മയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മതത്തിനപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഒരു നാടിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഒരു നാടിൻ്റെ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലമ്പൂർ പാട്ട് എന്ന് പറയുന്ന ഒരു വലിയ സംസ്കാരത്തെ ഒരു വലിയ മഹാമേളയായി, ഒരു വലിയ മഹോത്സവമായി ഉയർത്തിപ്പിടിച്ച ഈ സംഘാടകർക്ക്, ഈ അതേ സംഘാടകർ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇതിൻ്റെ കമ്മിറ്റി ഒന്നാണ്, ഇതിൻ്റെ സ്പോൺസേഴ്സ് ഒന്നാണ്. അങ്ങനെയുള്ള ഈ സംഘാടക സമിതിയെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എന്നെനിക്കറിയില്ല. കാരണം ഇവിടെ വളരുന്ന ചെറിയ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അവർക്ക് നിലമ്പൂരിൻ്റെ സംസ്കാരവും നിലമ്പൂരിൻ്റെ പാരമ്പര്യവും ഒക്കെ ഈ വേദിയിൽ നിന്നാണ് ഒരു പക്ഷേ തിരിച്ചറിയാൻ സാധിക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 3-4 വർഷം മുമ്പ് ഇതേ വേദിയിൽ വന്നിട്ടുണ്ട്. അന്ന് ഈ മണ്ണിലൂടെ വളർന്ന ഒരുപാട് കലാകാരന്മാരെ ഈ വേദിയിൽ വെച്ച് ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സംഘാടകരും ഇവിടെ വെച്ച് ആദരിക്കുകയുണ്ടായി. അവർ എന്താണ് എന്ന് ഇവിടുത്തെ ജനതയോട് പറയുകയുണ്ടായി. ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു കഥ വായിച്ചു. എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്നെഴുതിയ എം മുകുന്ദൻ്റെ ഒരു ചെറിയ കഥ. ആ കഥയുടെ പേര് രാധ മാത്രം എന്നാണ്. രാധ മാത്രം. മനോഹരമാണ് ആ കഥ. ശ്രീ എം മുകുന്ദൻ എഴുതിയതുപോലെ ഒന്നും എനിക്ക് പറയാൻ സാധിക്കില്ല, പക്ഷേ ആ കഥ മനോഹരമാണ്. രാധ എന്ന് പറയുന്നത് ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. രാധ അന്ന് കോളേജിൽ നിന്ന് വിട്ടുകഴിഞ്ഞതിന് ശേഷം പതിവ് പോലെ ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് അച്ഛൻ ഉമ്മറത്ത് പത്രം വായിച്ചിരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ എന്നും കാണുന്ന കാഴ്ചയാണ്. പക്ഷേ രാധ സാവധാനം ഗേറ്റ് തുറന്ന് അകത്തേക്ക് പുസ്തകക്കെട്ടുമായിട്ട് നടന്നു പോകുന്ന സമയത്ത് അച്ഛൻ പതിവില്ലാത്ത രീതിയിൽ പത്രം താഴ്ത്തി രൂക്ഷമായി രാധയെ നോക്കി. രാധ ഒന്ന് അമ്പരന്നു. എന്താണ് അച്ഛൻ ഇങ്ങനെ നോക്കുന്നതെന്ന് വിചാരിച്ചു. രാധ ഒന്നും ശ്രദ്ധിക്കാതെ അകത്തേക്ക് വീണ്ടും നടന്നു പോകുന്ന സമയത്ത് അച്ഛൻ എണീറ്റ് പറഞ്ഞു, നിൽക്കവിടെ. രാധ നിന്നു. നീ ആരാ കുട്ടി? അച്ഛൻ ചോദിച്ചു. രാധ വിചാരിച്ചു അച്ഛൻ കളിയാക്കുകയാണെന്ന് വിചാരിച്ചു. അവൾ കൊഞ്ചനം കുത്തിക്കൊണ്ട് പറഞ്ഞു, അച്ഛൻ്റെ പുന്നാരമോൾ രാധ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് യാതൊരു തമാശയും വന്നില്ല. അദ്ദേഹം വീണ്ടും മുന്നോട്ട് നടന്നു. രാധ മുന്നോട്ട് നടക്കുന്ന സമയത്ത് വീണ്ടും കൈയുയർത്തി പറഞ്ഞു, നീ ആരാണെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. രാധ നിന്നു. കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലായ സമയത്ത് രാധ അകത്തേക്ക് ഒന്ന് വിളിച്ചു, അമ്മേ ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിച്ചു. അമ്മ പുറത്തേക്ക് വന്നു. അമ്മയോട് പറഞ്ഞു, അമ്മേ അച്ഛൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അച്ഛൻ എന്നോട് ചോദിക്കുന്നു നീ ആരാണ് എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അമ്മ അച്ഛനെയും രാധയെയും മാറി മാറി നോക്കി. അതിനുശേഷം അമ്മ ചോദിച്ചു, ഇതെൻ്റെ ഭർത്താവാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, പക്ഷേ നീ ആരാ കുട്ടി? രാജ അമ്പരന്നു. രാധ ഒരു വാക്കുപോലും പറയാൻ സാധിക്കാതെ അമ്പരന്ന് നിൽക്കുകയാണ്. രാധ പറഞ്ഞു, അമ്മയല്ലേ രാവിലെ എനിക്ക് ചോറിന് പാത്രത്തിൽ ചോറാക്കി തന്നത്, അമ്മയല്ലേ പുസ്തകം കെട്ടി തന്നത്, അമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ അമ്മയുടെ പുന്നാരമോൾ രാധയാണ്. അമ്മ ഒന്നും ശ്രദ്ധിച്ചില്ല. അമ്മ പറഞ്ഞു, എനിക്ക് നിന്നെ മനസ്സിലായില്ല, കടന്നു പോ എന്ന് പറഞ്ഞു. പുസ്തക കെട്ടുപോലും താഴെ വെക്കാതെ രാധ ഓടി. അവൾ ബസ് ഇറങ്ങിയ സ്ഥലത്തേക്ക്. ആ റോഡിലൂടെ സുഷമയും അനുജയും അവരുടെ 2 കൂട്ടുകാർ നടന്നു പോകുന്നുണ്ട്. അവരോടൊപ്പമാണ് രാധ വന്നത്. രാധ നേരെ ചെന്നു. സുഷമയും അനുജയും നടന്നു പോവുകയുമായിരുന്നു. അവരുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം പറഞ്ഞു, സുഷമയും അനുജയ് ഒന്ന് നിൽക്ക്, എൻ്റെ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ മനസ്സിലാവുന്നില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. സുഷമയും വനജയും നിന്നു. അവർ രാധയെ രൂക്ഷമായി നോക്കി. സുഷമ പറഞ്ഞു, ഇത് വനജയാണ്, ഞാൻ സുഷമയാണ്, പക്ഷേ നീ ആരാ? രാധയ്ക്കൊന്നും മനസ്സിലായില്ല. എന്തുത്തരം പറയണമെന്നറിയാതെ രാധ പുസ്തകക്കെട്ടുമായി നേരെ ഓടി ബീച്ചിലേക്ക്. കാരണം അവൾക്കറിയാം, ലോകത്ത് ആരൊക്കെ മറന്നു കഴിഞ്ഞാലും അവളുടെ ബോയ് ഫ്രണ്ട് സുരേഷ് മറക്കുകയില്ലെന്ന് ഉറപ്പാണ്. നേരെ ചെന്നു. അവിടെ ചെല്ലുന്ന സമയം സുരേഷ് ഉണ്ടായിരുന്നു ബീച്ചിൽ. രാധ പുസ്തകക്കെട്ടിനകത്ത് നിന്നും ഒരു പുസ്തകം വലിച്ചെടുത്തു. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി. ആ പുസ്തകം കൈ നീട്ടിക്കൊണ്ട് സുരേഷിനോട് പറഞ്ഞു, സുരേഷ് നീയല്ലേ എത്രയോ ദിവസം ഗീതാഞ്ജലി ചോദിച്ചത്, രവീന്ദ്രനാഥ ടാഗോർ നിനക്ക് ഇഷ്ടമല്ലേ? ഞാൻ ആ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. സുരേഷ് പുസ്തകം വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗീതാഞ്ജലി ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, രവീന്ദ്രനാഥ ടാഗോറിനെ എനിക്കിഷ്ടമാണ്, പക്ഷേ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം കുട്ടി? നീ ആരാ? രാധയ്ക്ക് ഒരു ഉത്തരവും പറയാനുണ്ടായിരുന്നില്ല. ബീച്ചിൽ നിന്നും ആൾക്കൂട്ടം ഒഴിഞ്ഞു. രാധ ഒറ്റയ്ക്കായി. അവൾ കടലിന് അഭിമുഖമായി നടന്നു. കടലിലേക്ക് കടക്കുന്ന സമയത്ത് അവൾ ആകാശത്തിലേക്ക് നോക്കി ചോദിച്ചു, ആകാശമേ നിങ്ങൾക്കറിയാമോ ഈ രാധയെ? ഒരു ഉത്തരവുമില്ല. അവൾ നേരെ നടന്നു. കടൽ തിരമാലകളിലേക്ക് നടന്നു കയറുന്ന സമയത്ത് അവൾ കഴുത്തിനകത്ത് വെള്ളം വന്നപ്പോൾ ചോദിച്ചു, തിരമാലകളെ നിങ്ങൾക്കറിയാമോ ഈ രാധയെ? ഒരു ഉത്തരവുമില്ല. രാധ നടന്ന് കടലിൽ അപ്രത്യക്ഷയായി. ഇത് ലോകത്തിന് മുഴുവൻ അൽഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിലമ്പൂർ പാട്ടുത്സവം എന്ന് പറയുന്ന ഒരു മഹത്തായ പാരമ്പര്യം, ആ പാരമ്പര്യത്തെ ഓർമ്മപ്പെടുത്തുവാൻ, നമ്മുടെ നിലമ്പൂരിലെ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുവാൻ, പുതിയ തലമുറയിലേക്ക് ആ സംസ്കാരത്തെ വിളിച്ചോതുവാൻ വേണ്ടി ഈ മനോഹരമായ ഈ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംഘാടകരെ കുറിച്ചാണ്.
ഇതല്ലെങ്കിൽ, ഇത്തരം ഉത്സവങ്ങളില്ലെങ്കിൽ, ഇത്തരം കലാപരിപാടികളില്ലെങ്കിൽ, ഇത്തരം സാംസ്കാരിക പരിപാടികളില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മണ്ണിൻ്റെ സംസ്കാരം നമ്മൾ മറന്നു പോകും. ഈ നാടിന് മുഴുവൻ അൽഷിമേഴ്സ് ബാധിച്ചു കഴിഞ്ഞാൽ, ഓർമ്മക്കുറവുണ്ടായിക്കഴിഞ്ഞാൽ നാം നമ്മുടെ നാടിനെ മറക്കും, നമ്മുടെ അമ്മയെ മറക്കും, നമ്മുടെ പിറന്ന മണ്ണിനെ മറക്കും. ആ മറക്കാതിരിക്കാൻ ഇത്രയും മനോഹരമായ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ വരുവാനും നിങ്ങളോട് സംസാരിക്കാനും സാധിച്ചുള്ള സൗഭാഗ്യവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നിലമ്പൂരിലെത്തിയ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ശ്രീ ഗോപിനാഥ് മുതുകാടിന് നിലമ്പൂരിന്റെ സ്നേഹോപഹാരം ബഹുമാന്യായ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട ശ്രീ ഗോപിനാഥ് മുതുകാടിനെ ക്ഷണിക്കുന്നു. നൽകുന്നതിനായി നഗരസഭാ അധ്യക്ഷൻ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ക്ഷണിക്കുന്നു. നിലമ്പൂരിന്റെ യശസ് ലോകം മുഴുവൻ ഉയർത്തിയ നമ്മുടെ സ്വന്തം ശ്രീ ഗോപിനാഥ് മുതുകാട്, ഏഷ്യയിലെ ഏറ്റവും വലിയ മാജിക് അക്കാദമി, നമ്മുടെ അഭിമാനമായ ശ്രീ ഗോപിനാഥ് മുതുകാടിനെ നഗരസഭാ അധ്യക്ഷൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ അനുമോദിക്കുന്നു. തുടർന്ന് നമ്മോട് സംസാരിക്കുന്നതിനായി പ്രശസ്ത ഗാനരചയിതാവ് പഴശ്ശിരാജ അടക്കമുള്ള നിരവധി ചിത്രങ്ങളിലെ ഗാനരചനയിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ കവിയായ ശ്രീ കാനേഷ് പുനൂറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഈ പരിപാടിയുടെ സാരഥ്യം വഹിക്കുന്ന ബഹുമാന്യനായ ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത്, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നാടിൻ്റെ വിസ്മയമായ ഗോപിനാഥ് മുതുകാട്, വേദിയിലുള്ള പ്രിയമുള്ളവരെ, പ്രിയമുള്ള നാട്ടുകാരെ, ഒരു പ്രസംഗം ഇവിടെ എത്രമാത്രം അപ്രസക്തമാണെന്ന് പരിപൂർണമായി ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ 3-4 മിനിറ്റ് മാത്രം മുൻകൂർ ജാമ്യം ചോദിക്കുകയാണ്. മെലഡിയുടെ മധുരം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ സംഗീത സാന്ദ്രമായ നിമിഷങ്ങൾക്കിടയിൽ ഒരു പ്രസംഗത്തിന് പ്രസക്തിയേയില്ല. അതിൻ്റെ പ്രതികരണം ഇവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. കേൾക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 2-3 മിനിറ്റ് മാത്രമേ ഞാൻ നിങ്ങളോട് സംവദിക്കുകയുള്ളൂ. അതിനുശേഷം ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ സംഭവം എനിക്ക് പറയേണ്ടതുണ്ട്. അത് നമ്മളെ ശുദ്ധമായ സംഗീതം എങ്ങനെ നമ്മളെ എന്നും ഉത്തേജിതമാക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്. ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ സംഭവമാണ്. ഒരിക്കൽ 2 പേരെ തൂക്കാൻ കൊണ്ടുപോവുകയുണ്ടായി ഒരു സംഭവം. അപ്പോൾ സാധാരണഗതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളോട് അവസാനത്തെ ആഗ്രഹം ചോദിക്കും. ശബ്ദം കേൾക്കാത്തതുകൊണ്ടാണ്. അവസാനത്തെ ആഗ്രഹം ചോദിക്കും. ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു അടിപൊളി പാട്ട് പാടണമെന്ന്. ഏതായാലും അവസാനത്തെ ആഗ്രഹമല്ല, അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ജയിൽ അധികൃതർ ചെയ്തു. 2ാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ആ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് എന്നെ തൂക്കിലേറ്റണമെന്ന്. അപ്പോൾ ശുദ്ധമായ സംഗീതം മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ കഥ സൂചിപ്പിച്ചത്. ഇനിയും നിർത്തുന്നില്ല. ഇങ്ങനെയുള്ളൊരു മഹാസംരംഭത്തിന് സാക്ഷിയാക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സുഹൃത്തുക്കളെ, നിലമ്പൂരിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ശ്രീ കാനേഷ് പുനൂരിനെ, നമ്മുടെ പ്രിയ ഗാനരചയിതാവും കവിയുമായ ശ്രീ കാനേഷ് പുനൂരിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് ശ്രീ കറളിക്കാട്ടിൽ അബൂബക്കർ തൃപ്പനശ്ശി നിലമ്പൂർ ബസ് സ്റ്റാൻഡിന് വേണ്ടി സൗജന്യമായി സ്ഥലം നൽകി ഈ നാടിൻ്റെ നിർമ്മാണത്തിൽ ഏറെ താല്പര്യപൂർവ്വം പങ്കുചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുട്ടിയാക്ക നിലമ്പൂരിൻ്റെ സ്നേഹാദരവ് ചെയർമാൻ ഇപ്പോൾ സമർപ്പിക്കുന്നു. ശ്രീ ഷൈജു കെ ഡേവിഡ്, നമുക്കറിയാം കഴിഞ്ഞ ഏറെ വർഷങ്ങളായി പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ നമുക്കായി അണിയിച്ചൊരുക്കുന്നത് കാളത്തോട്ടുകാരൻ മഹാറാണി ഗോൾഡ് പാർക്കാണ്.
അതിന്റെ MD ശ്രീ ഷൈജു കെ ഡേവിഡിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തുടർന്ന് മാസ്റ്റർ നബീഷ് ബെൻസൺ, ഇതിനോടകം ഇയോബിന്റെ പുസ്തകത്തിലെ ഫഹദ് ഫാസിലിന്റെ കൂടെയും വർഷത്തിൽ മമ്മൂട്ടിയോടൊപ്പവും പോളിടെക്നിക്കിൽ കുഞ്ചാക്കോ ബോബന്റെ ഒക്കെ കൂടെ അഭിനയിച്ച നമ്മുടെ വളർന്നു വരുന്ന കലാപ്രതിഭയായ മാസ്റ്റർ നബീഷ് ബെൻസന് നിലമ്പൂരിന്റെ സ്നേഹാദരവ് ഇപ്പോൾ പ്രിയപ്പെട്ട ചെയർമാൻ സമർപ്പിക്കുകയാണ്. ഓക്കെ, പ്രിയപ്പെട്ട മുതുകാട് ഗോപിനാഥ് മുതുകാട് ചെയർമാൻ പൊന്നാട അണിയിക്കുന്നു. ഉപഹാരം ഗോപിനാഥ് മുതുകാട് സമർപ്പിക്കുന്നു. തുടർന്ന് ശ്രീ സിബി വയലിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മോടൊപ്പം സഹകരിക്കുന്ന ശ്രീ സിബി വയലിന് നിലമ്പൂർ ജനാവലിയുടെ സ്നേഹാദരവ് ചെയർമാൻ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ശ്രീ ഷാജി നാലകത്ത് സയോൻ വോയേജറിന്റെ പ്രതിനിധിയായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ഷിഹാബിന് വേണ്ടി ശ്രീ ഷാജി നാലകത്ത് ഇപ്പോൾ അവാർഡ് ഏറ്റുവാങ്ങും. നമുക്കറിയാം, നമ്മളുടെ പാട്ടോത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ പ്രായോജകരാണ് ലാമിയ സിൽസ്. അതിന്റെ MD ആയിരിക്കുന്ന ലാമിയ സ്ഥാപനങ്ങളുടെ MD ആയിരിക്കുന്ന ജബാറാക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്നേഹപൂർവ്വം നിലമ്പൂരിന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായിട്ട് ജബാറാക്കെ ക്ഷണിക്കുന്നു. നിലമ്പൂരിലെ നമ്മളുടെ NGO ആയിട്ടുള്ള കാർഡ്, കേരള ഏജൻസി ഫോർ റിസർച്ച് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, കാർഡിന് വേണ്ടി കിടപ്പിലായ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി, ചലനശേഷി നഷ്ടപ്പെട്ട രോഗികൾക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടി കാർഡിന് ശ്രീ EP ബേബി, നമ്മളുടെ ബോബി, YMCAയുടെ നിലമ്പൂർ റീജിയൻ പ്രസിഡന്റാണ്. YMCAക്ക് വേണ്ടി അദ്ദേഹം 10 വീൽ ചെയറുകൾക്കുള്ള തുക ഇപ്പോൾ ബഹുമാനപ്പെട്ട ചെയർമാനെ ഏൽപ്പിക്കുന്നു. 60,000 രൂപയുടെ ചെക്കാണ് ബഹുമാനപ്പെട്ട ചെയർമാനെ ശ്രീ ബോബി ഇപ്പോൾ ഏൽപ്പിക്കുന്നത്. 10 വീൽ ചെയറുകളാണ് YMCA നിലമ്പൂർ റീജിയൻ കാർഡിന് വേണ്ടി സംഭാവന നൽകുന്നത്. തുടർന്ന് നമ്മോട് ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി, അതിനുശേഷം പ്രിയപ്പെട്ട മാന്ത്രികന് നമ്മോട് എന്തൊക്കെയോ പറയാനും കാണിക്കാനും ഒക്കെയുണ്ട്. ഏതായാലും ആശംസ അറിയിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പാട്ടിനും പാട്ട് കേൾക്കാൻ വന്നവർക്കും അഭിവാദ്യങ്ങൾ. തുടർന്ന് നമ്മോട് സംസാരിക്കുന്നതിനായിട്ട് കാളത്തോട്ടുകാരൻ മഹാറാണി ഗോൾഡ് പാർക്കിന്റെയും സ്കിൽസിന്റെ MD ശ്രീ ഷൈജു കെ ഡേവിഡിനെ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, ഈ നിലമ്പൂർ പാട്ടോത്സവത്തിന് എൻ്റെയും മഹാറാണി ഗ്രൂപ്പിൻ്റെയും എല്ലാവിധ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ശ്രീ വിനോദ് P മേനോൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ എന്നിവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ദിവസം വരെ ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അടുത്ത വർഷവും വളരെ നല്ല രീതിയിൽ ഈ പാട്ടുത്സവമായി ഞങ്ങൾ ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു. ശ്രീ U നരേന്ദ്രൻ, പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ കൺവീനർ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, ഊഷ്മളമായ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്താനായിട്ട് നന്ദി പ്രകടനത്തിന് മുമ്പായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഗോപിനാഥ് മുതുകാടിന് വേണ്ടി വേദി ഞാൻ മൈക്ക് കൈമാറുകയാണ്.
സ്നേഹനിധികളായ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു മാജിക് ഷോ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലല്ല ഞാൻ വന്നത്. ഞാൻ ആര്യാടൻ ഷൗക്കത്തിനോട് അഭ്യർത്ഥിക്കുന്നു, ഒരു അവസരം എനിക്ക് തരണം. ഈ വലിയ വേദിയിൽ ഇത്രയും വലിയൊരു ജനങ്ങളുടെ മുമ്പാകെ ഗംഭീരമായൊരു ജാലവിദ്യാ പരിപാടി നടത്തുവാനുള്ള ഒരു അവസരം വൈകാതെ വേണം. ഞാനത് അതിമനോഹരമായൊരു പരിപാടി പെർഫോം ചെയ്യാം അന്ന്. പക്ഷെ ഇന്ന് അത്തരത്തിലൊരു പെർഫോമൻസ് ഒന്നും അല്ല, നേരെ മറിച്ച് ഒരു ചെറിയ 1-2 ചെടി പൊടിക്കൈ. കാരണം ഇത്രയും വലിയൊരു ക്രൗഡ് ഇരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഒരു ചെറിയ പെർഫോമൻസ് നടത്തിയില്ലെങ്കിൽ അതെനിക്കൊരു മോശമാവുമെന്നുള്ളൊരു പേരിലാണ്. കാരണം ഇതൊരു വലിയ സ്വപ്നമാണ്. വലിയ സ്വപ്നം എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടം എന്ന് പറയുമ്പോൾ ആ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ പെർഫോം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരന്റെയും സ്വപ്നമാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന മാജിക്കും സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഈ കാണികൾക്കിടയിൽ ഇരിക്കുന്ന ആരുടെയോ ഒരാളുടെ മനോഹരമായ സ്വപ്നം ഈ പരിപാടി തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് എഴുതിയ ഒരു ഗ്ലാസ് സിലിണ്ടറിൽ അടച്ച് അതിനെ ഒരു സ്റ്റീൽ ബോക്സിനകത്ത് പൂട്ടി വെച്ചിരിക്കുന്നു. ആ പെട്ടി നിങ്ങൾക്കിടയിലുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദർ ഓൺ ടോപ്പ്. അവിടെ ടോപ്പിൽ ഒരു ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്, സ്റ്റീൽ ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ക്ലിയർ. ആ സ്പോട്ട് ലൈറ്റ് അങ്ങോട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ദി ബോക്സ്. അതിനകത്താണ് ഡ്രീം ബോക്സ്. ആരുടേതാണ് ആ മനോഹരമായ സ്വപ്നം എന്ന് തെരഞ്ഞെടുക്കുന്ന മുഹൂർത്തമാണ് ഇത്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ യുവതികൾക്കാണ് ഉജ്ജ്വലമായ സ്വപ്നങ്ങൾ കാണുവാൻ സാധിക്കുക. സോ ഐ നീഡ് വൺ യങ് ഗേൾ ഫ്രോം ഹിസ് സൈഡ്. സോ ഫോർ എ റാൻഡം സെലക്ഷൻ ഹിയർ ഇസ് എ ബോൾ. ഈ ബോൾ ഞാൻ നിങ്ങൾക്കിടയിലേക്ക് എറിയുന്നു. ആരുടെ കയ്യിലാണ് ബോൾ വന്ന് വീഴുന്നത് അവർക്ക് ഒരു യുവതിയെ തിരഞ്ഞെടുക്കാം. സോ റെഡി ടു ക്യാച്ച് ബോൾ? റെഡി? ഓക്കേ, ഹിയർ ഇസ് ദി ബോൾ. Who got it? ആരുടെ കയ്യിൽ ബോൾ? ആരുടെ കയ്യിലാണ് ബോൾ? പേര് പറയാം, പേര് പറയാം, മൈക്കിലെ പേര് പറയാം. പേര് ബോൾ കിട്ടിയ ആളുടെ പേര്. ഉറച്ച് മൈക്കിൽ പറയൂ, മൈക്കിൽ പറയൂ. ആ മൈക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാമോ? സുമിത്ര. സുമിത്ര. സുമിത്ര എവിടെയാണ് സ്വദേശം? നിലമ്പൂര്. നിലമ്പൂരാണ്. സുമിത്രയുടെ കയ്യിലുള്ള ബോളിനെ ഇങ്ങോട്ട് അറിയാം. ത്രോ ദാറ്റ്. ഇങ്ങോട്ട് ത്രോ ദാറ്റ്. ഇപ്പൊ ബോൾ കിട്ടിയ ആൾ അടുത്ത ആള്. സുമിത്രയുടെ കയ്യിൽ നിന്ന് ബോൾ കിട്ടിയ മോന്റെ പേരെന്താണ്? ദർവിഷ്. ദർവിഷ്. ദർവീസ്. ദർവീസ്. ദർവിഷ്. How you spell your name? DARWISI. Yes, ദർവീസ്. ഓക്കെ. ആ സുമിത്രയുടെ കയ്യിൽ നിന്ന് ബോൾ കിട്ടിയ ദർവീസിന്റെ കയ്യിലാണ്. ദർവീസിന് ആ കാണികൾക്കിടയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വേദിയിലേക്ക് തിരഞ്ഞെടുത്തയക്കാം. ഒരു മുതിർന്ന കുട്ടിയെ പ്ലീസ്. ആരെങ്കിലും ഒരാള്. യുവർ ചോയ്സ്. ദർവീസ്. ധൈര്യമായിട്ട് വരാം പ്ലീസ്. പ്ലീസ് കം ഓവർ ഹിയർ. മോളുടെ പേര് പറയാം. ഹർഷ. ഓക്കെ, ഹർഷ. ഓക്കെ. സുമിത്രയാണ് ആദ്യം ബോൾ പിടിച്ചത്. അതിനുശേഷം ദർവീസിലേക്കാണ് പോയത്. ഹർഷയാണ് വേദിയിലേക്ക് വരുന്നത്. ഹർഷ, കം ഓവർ ഹിയർ. ഹർഷ എന്ത് ചെയ്യുന്നു? 12th പഠിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മൈക്ക് ചുണ്ടിനോട് ചേർത്ത് ഉത്തരം പറയണം കേട്ടോ. ഓക്കെ. എന്റെ ചോദ്യം ഇതാണ്. ഞാൻ ആദ്യം വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ സ്റ്റേജിലേക്ക് വരാം എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ഓക്കെ. ഹർഷ എവിടെയാ പഠിക്കുന്നത്? തിരുവാലിയിലാണ്. ഓക്കെ. കേട്ടോ, തിരുവാലിക്കാരുടെ കയ്യടിയാണ് കേൾക്കുന്നത്. ഓക്കെ. ഹർഷ, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ഒരു സ്വപ്നമായിട്ട് മാറും. ആ സ്വപ്നമാണ് എത്രയോ മുമ്പ് ആ പെട്ടിക്കുള്ളിൽ തൂങ്ങിക്കിടക്കുന്നത്. Can you see the box? Okay. ഹർഷയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അത്? ഇല്ല. You have to believe that. Okay. ഹർഷ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ചോദിക്കുന്നതിന് മുമ്പ് look here. ഏത് ഡേറ്റിനാണ് ഹർഷ ജനിച്ചത്? 30th September. സെപ്റ്റംബർ 30 ഹർഷ എന്ന സുന്ദരിക്കുട്ടി പൂജാതയായി അല്ലേ? ഓക്കെ.
സെപ്റ്റംബർ 30. ഓക്കെ. ഹർഷ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? ഷിംല. 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 ഓക്കെ. ഷിംലയിലാണ് പോകുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം. ഒരു ചോദ്യം, ഷിംലയിൽ ആരെങ്കിലും ഉണ്ടോ? ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരുമില്ല. ഓക്കെ. ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? ഏറ്റവും പ്രിയപ്പെട്ട 2 കൂട്ടുകാരുടെ പേര് പറയാം. ഏറ്റവും പ്രിയപ്പെട്ട 2 കൂട്ടുകാർ. കുറേ 2 പേരുടെ പേര് പറയാം. ഇപ്പൊ മനസ്സിൽ തോന്നിയ 2 പേരുടെ പേര്. സഫ്ന മായ. സഫ്ന, മായ. ഓക്കെ. സഫ്നയും മായയും. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. ഇതുവരെ ജീവിതത്തിൽ കാണാത്ത, ഇനിയും കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഇഷ്ട താരം ആരാണ്? പെട്ടെന്ന് പറയാം. ഇപ്പൊ മനസ്സിൽ തോന്നിയത് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ. ഓക്കെ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഹർഷ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സെപ്റ്റംബർ 30 ഹർഷ ജനിച്ചു. ഷിംലയിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഷഫ്നയും മായയുമാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ. അമിതാഭ് ബച്ചനെയാണ് കാണുവാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ഇഷ്ടതാരം. അവർ റൈറ്റ്? പെർഫെക്റ്റ്. ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമാണല്ലോ അല്ലേ? ഓക്കെ. ഹർഷ, ഇതൊക്കെയാണ് എത്രയോ മുമ്പ് എഴുതിയ പെട്ടിക്കുള്ളിൽ തൂങ്ങിക്കിടക്കുന്നത്. Can you believe that? No. You have to believe that. And here is the dream box. I'll bring it. Harsha, come over here. Can you see a paper inside? Can you see a paper? A printed paper? Yes. All right. We will take it out. Take it out. ഇനി അതിൽ എഴുതിയിരിക്കുന്ന കാര്യം ഹർഷയ്ക്ക് മൈക്ക് ചുണ്ടിനോട് ചേർത്ത് ഉറച്ചു വായിക്കാം. ഉറച്ച്. ഒരു നവംബർ 30 വിസ്മയകരമായ ആ സ്വപ്നം ഞാൻ കണ്ടത്. ഒരു സെപ്റ്റംബർ 30 സെപ്റ്റംബർ 30 വിസ്മയകരമായ ആ സ്വപ്നം ഞാൻ കണ്ടത്. സെപ്റ്റംബർ 30. That is your birthday. Perfect. Yes. ഒരു കയ്യടി കൊടുക്കാം പ്ലീസ്. Proceed. ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. Okay. ആരൊക്കെയോ പന്ത് തട്ടിക്കളിക്കുന്നതിന്റെ ആ വ്യക്തമായ ചിത്രങ്ങൾ ഓർമ്മയിലുണ്ട്. Okay. സുമിത്രയുടെയും സെവിസിന്റെയും മുഖം മാത്രമേ ഓർമ്മയിലുള്ളൂ. Sumitra, that's why you. All right. Proceed. ഹർഷ എന്ന വിളി കേട്ടാണ് ഞാൻ നെട്ടി ഉണർന്നത്. ആരാ വിളിച്ചത് ഹർഷ എന്ന്? ഞാനാ വിളിച്ചത്. Okay, proceed. Yes. പിന്നെ ചുരിദാർ ധരിച്ച് ഞാൻ വേദിയിലെത്തി. Okay. സഫ്നയും മായും പിന്നെ അമിതാഭ് ബച്ചനും വായിക്ക എന്നെ യാത്രയാക്കാനുണ്ടായിരുന്നു. സഫ്ന, മായ ആൻഡ് അമിതാഭ് ബച്ചൻ. That is your stars. All right. Proceed. പറന്നിറങ്ങിയത് പറന്നിറങ്ങിയത് ഷിംലയുടെ മണ്ണിലാണ്. ഷിംല, that is your dream land. Proceed. അവിടെ എന്റെ പ്രിയപ്പെട്ട മാന്ത്രികൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആരാ പ്രിയപ്പെട്ട മാന്ത്രികൻ? Thank you so much. Thank you, Harsha. Thank you so much. Thank you very much. Please give a big hand to Harsha, please. തീർച്ചയായിട്ടും ഒരു ചെറിയ മാച്ച് കൂടി. ഇതൊരു മെന്റലിസം ആണ്, മൈൻഡ് റീഡിംഗ് മാജിക് ആണ്. ഒരു മെന്റൽ മാച്ച് കൂടി കാണിക്കാം. And for that, here are, you can see here, 3 കപ്പുകളുണ്ട്. 3 കപ്പ് എന്ന് പറയുന്ന സമയത്ത്
3 കപ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കപ്പിനകത്ത് കാണുവാൻ സാധിക്കുന്ന മല്ലികപ്പൂവാണ് മല്ലിക, രണ്ടാമത്തേത് മുല്ലപ്പൂവാണ്, മൂന്നാമത്തേത് റോസ് ആണ് റോസ്. 3 തരത്തിലുള്ള പൂക്കളാണ് ഇവിടെയുള്ളത്. ഇനി എനിക്ക് കാണികളുടെ ഭാഗത്ത് നിന്നും ഒരാൾ വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് റാൻഡം സെലക്ഷൻ ആയിരിക്കണം. വളരെ കുറച്ച് ഒബ്സർവേഷൻ പവർ ഉള്ള ഒരാളായിരിക്കണം എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്നു. വെർ ഇസ് മൈ മൊബൈൽ? എന്റെ മൊബൈൽ ഫോൺ ഞാൻ കയ്യിലെടുക്കുന്നു. എല്ലാവരും, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാവരുടെയും മൊബൈൽ ഫോൺ കയ്യിലെടുക്കാം. എല്ലാവരും പ്ലീസ്, എല്ലാവരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോൺ കയ്യിലെടുക്കുക. അതിനുശേഷം അതിന്റെ ലൈറ്റ് ഓൺ ചെയ്യുക. ലൈറ്റ് മീൻസ് ബട്ടൺ അമർത്തുക, മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും എല്ലാവരും. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്! വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്! ആകാശത്ത് നക്ഷത്രങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന പോലെ മനോഹരമായ കാഴ്ച. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. വെരി ഗുഡ്. ദാറ്റ്സ് എ നൈസ് ഒക്കേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനിയാണ് എന്റെ നമ്പർ ഞാൻ പറയുന്നു. ആ നമ്പറിലേക്ക് ആരാണോ ആദ്യം വിളിക്കുന്നത് അവർക്കാണ് വേദിയിലേക്ക് കടന്നു വരാൻ അവസരം. റെഡിയാണല്ലോ? വിളിക്കാൻ റെഡിയാണോ? റെഡി? And my number is 9447534535. I repeat, 9447534535. റേഞ്ച് ഇല്ല, കിട്ടുന്നില്ല. ജാമാണോ? ഒന്നുകൂടി പറയാം, 9447534535. നോ കാൾസ്. കോള് വരുന്നില്ല. ബിസിയാണോ? ജാമാണോ? കോൾ ജാമർ ഉണ്ടോ ഇവിടെ? കോൾ ജാമർ ഉണ്ടോ? ഒന്നുകൂടി സ്ലോ ആയിട്ട് പറയാം. 9447534535. ബിഎസ്എൻഎൽ സോ ഒരു 9847220843. Nine double four, sorry, 9847220843. ആരുടെ കോളാണ്? 9847200843. Any idea? Any idea? ഉണ്ടോ?
Somebody from that. കിട്ടിയോ? ഹൂസ് നമ്പർ കിട്ടിയതാണോ? പേരെന്താ? മുഹമ്മദ്. എത്ര നമ്പർ ഒന്ന് പറയാമോ? വാട്സ്ആപ്പ് നമ്പർ 9847220843. 9847220843. പേരെന്താ? മുഹമ്മദ്. ഓക്കെ. എവിടെയാ മുഹമ്മദിന്റെ വീട്? പാലയമാട്. മുഹമ്മദ് കയ്യടി കൊടുക്ക. ഇത്രയും വലിയൊരു സദസ്സിനകത്ത് നിന്നും ഒരേ ഒരു കോൾ. താങ്ക് യു സോ മച്ച്. മുഹമ്മദ്, കയ്യിൽ ഒരു ബോൾ എടുക്കാം. ഈ ബോൾ എടുത്തതിന് ശേഷം കമ വയ്ക്കുക. പിന്നിലേക്ക് തിരിഞ്ഞെന്ന് അങ്ങോട്ട് അറിയാം. ഒരാളെ കൂടി സെലക്ട് ചെയ്യാൻ വേണ്ടി ഫ്രം ദാറ്റ് സൈഡ്. ഇങ്ങോട്ട് തിരിഞ്ഞത് ലുക്ക് ഹിയർ ത്രൂ ദാറ്റ്. ഹു ഗോട്ട് ഇറ്റ്? ഒരാൾ, മുതിർന്ന ഒരാൾ ഒരാൾക്ക് വരാം വേദിയിലേക്ക്. മുതിർന്ന ഒരാൾ പ്ലീസ്. സമയം കളയാതെ, സമയം നഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് ഫാസ്റ്റ്. ആ ബോൾ കിട്ടിയ മുതിർന്ന ഒരാൾക്ക് വരാം. മുതിർന്ന ഒരാൾ ബോളി കുട്ടിയുടെ കയ്യിലുണ്ടാക്കി ഒന്ന് ഏറ്റുവാങ്ങുക. ആരെങ്കിലും ഒരാള്, മുതിർന്ന ഒരാള്. സർ, come over here. Come up. ഞാൻ ഈ ചെയർ മുന്നിലേക്ക് ഇടണോ? ഗ്യാപ്പ് ഇടണോ? അല്ല, അങ്ങോട്ട് ഇടണോ? ആളുകൾക്ക് കാണുമോ? റാമ്പിന്റെ ഫ്രണ്ടിലേക്ക് ഇടണോ? റാമ്പിന്റെ ഫ്രണ്ടിലേക്ക് വരണോ? പേര്? മുരളീധരൻ. എന്ത് ചെയ്യുന്നു? ഇൻഡസ്കാൻ പെട്രോളിയം. All right. Okay. സോ ഒരു ചെയർ കൂടി ഇപ്പൊ കാണാമല്ലോ അല്ലേ? വ്യക്തമായിട്ട് കാണാമല്ലോ അല്ലേ? സോ ഈ മാജിക് നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ടതാണ്. ഞാനൊരു കാര്യം പറയുന്നു. ഈ മാജിക്കിൽ കിടക്കുന്നതിന് മുമ്പ് ഇതിന്റെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും സാധ്യത എന്ന് പറയുന്നത് 50%. ഒരു പക്ഷേ വിജയിക്കാം, ഒരു പക്ഷേ പരാജയപ്പെടാം. സോ മിസ്റ്റർ മുഹമ്മദ് ഇവിടെയുണ്ട്, മിസ്റ്റർ മുരളീധരൻ ഇവിടെയുണ്ട്. രണ്ടുപേരുടെ സഹായത്തോടു കൂടിയാണ് മാജിക്കിലേക്ക് കിടക്കുന്നത്. ഈ മാജിക്കിന് വേണ്ടി പരിചയപ്പെടുന്നത് 3 ബൗളുകളാണ്. 3 ബൗളിനകത്ത് ഒന്നാമത്തെ ബൗളിനകത്തുള്ളത് മല്ലികപ്പൂവാണ്. മല്ലിക. രണ്ടാമത്തേതിനകത്ത് മുല്ലപ്പൂവാണ്. മൂന്നാമത്തേതിനകത്ത് റോസ് ആണ് ഉള്ളത്. സോ ആദ്യമായിട്ട് മല്ലികപ്പൂ ഒന്ന് സ്മെല് ചെയ്യാം സർ. ഒന്ന് സ്മെല് ചെയ്യാം. പെർഫെക്റ്റ്. രണ്ടാമത്തേത് മുല്ലപ്പൂവാണ്. മുല്ല സ്മെല് ചെയ്യാം. മൂന്നാമത്തേത് റോസ് ആണ്. റോസ് സ്മെല് ചെയ്യാം. ആൻഡ് യു കനോട്ട് സർ. ഓക്കെ. ഇനി മിസ്റ്റർ മുഹമ്മദ് ചെയ്യേണ്ടത് ആദ്യം അവിടെ ഇരിക്കുക, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ഞാൻ താങ്കളുടെ കണ്ണ് തൽക്കാലത്തേക്ക് ഒന്ന് കെട്ടാൻ പോവുകയാണ്. സോ മുഹമ്മദ്, യു ആർ ഓൾ റൈറ്റ്. ഈ മൈക്ക് താങ്കളുടെ കയ്യിൽ വെക്കാം. ഓക്കെ. ഇനി മുരളീധരന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ 3 ബൗളുകളുണ്ട്. ഒന്നാമത്തേതിനകത്ത് മല്ലികപ്പൂവുണ്ട്, രണ്ടാമത്തേതിനകത്ത് മുല്ലപ്പൂവുണ്ട്, മൂന്നാമത്തേതിനകത്ത് റോസ് ഉണ്ട്. ഞാൻ മിസ്റ്റർ മുരളീധരനോട് പറയുന്നു, ദയവായി എണീറ്റ് നിന്ന് ഈ പൂക്കളെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാം പ്ലീസ്. ഇഷ്ടം പോലെ മിക്സ് ചെയ്യാം. ഓക്കെ. ഇനി താങ്കൾക്ക് ഇതിനകത്ത് നിന്നും ഏതെങ്കിലും 2 ബൗളുകൾ താങ്കളുടെ കയ്യിലെടുക്കാം. ഇറ്റ്സ് ഓക്കെ. ഏതെങ്കിലും 2 ബൗളുകൾ. ഓക്കെ. ബാക്കിയുള്ളത് ഞാൻ ഇങ്ങോട്ട് മാറ്റിവെക്കുന്നു. ഇനി ഒരു ബൗള് എന്റെ കയ്യിലേക്ക് തരാം. ഓക്കെ. ബാക്കിയുള്ള ബൗള് താഴേക്ക് വെക്കാം. സോ ഇപ്പോ ഒരു ബൗൾ ഫ്ലവേഴ്സ് ആണ് മുരളീധരന്റെ കയ്യിലുള്ളത്. മുരളീധരന് ആ കസേര അങ്ങോട്ട് എടുത്തിട്ട് അതിലിരിക്കാം. ഓക്കെ. ഇനിയാണ് ഇന്ദ്രജാലം സംഭവിക്കുന്നത്. ആരും ഒന്നും പറയേണ്ടതില്ല. ഒരു ബൗൾ ഫ്ലവേഴ്സ് ഉണ്ട്. മിസ്റ്റർ മുരളീധരൻ ഇത് കയ്യിലെടുക്കുക. കയ്യിലെടുത്തതിന് ശേഷം മാക്സിമം അതിന്റെ സ്മെല്ല് അകത്തേക്ക് എടുക്കുക. മാക്സിമം. ഓൾ റൈറ്റ്. ഓക്കെ.
മിസ്റ്റർ മുഹമ്മദ്, താങ്കളോടാണ് ചോദ്യം. ചോദ്യം ഇതാണ്: ഇപ്പോ ഏതെങ്കിലും ഒരു പൂവിന്റെ സ്മെല്ല് താങ്കൾക്ക് അനുഭവപ്പെട്ടോ? അതെ. അനുഭവപ്പെട്ടോ? അനുഭവപ്പെട്ടു. ഓക്കെ. ഏത് പൂവിന്റെ മണമാണ് അനുഭവിക്കാൻ സാധിച്ചത്? മുല്ലപ്പൂവിന്റെ മണം. That's it. Thank you so much. ഇവിടെ അത്ഭുതം തീരുന്നില്ല, ഇനിയും അത്ഭുതമുണ്ട്. ഞാൻ മുഹമ്മദിനോട് ചോദിക്കുന്നു, ഇപ്പൊ മുഹമ്മദ്, ഞാൻ താങ്കളെ എവിടെയെങ്കിലും ടച്ച് ചെയ്തോ? മുട്ടുകാലിന് മുകളിലായിട്ട്. ഓക്കെ. ഇപ്പോ ഞാൻ താങ്കളെ എവിടെയെങ്കിലും ടച്ച് ചെയ്തോ? ഇടത് കൈയിൽ മേൽ. ഇടത് കൈയിൽ ടച്ച് ചെയ്തു. ഇപ്പോ ഞാൻ താങ്കളെ എവിടെയെങ്കിലും ടച്ച് ചെയ്തോ? നെറ്റിയിൽ ടച്ച് ചെയ്തു. ഇനി ഞാൻ താങ്കളെ എവിടെയാണ് ടച്ച് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, പറയാം. മിസ്റ്റർ മുഹമ്മദ്, ഇപ്പോ ഞാൻ താങ്കളെ എവിടെയെങ്കിലും ടച്ച് ചെയ്തോ? ഇവിടെ ഇടത് ഷോളറിൽ. എത്ര തവണ ഞാൻ ടച്ച് ചെയ്തു? ഒരു 3 പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട്. 3 തവണ ടച്ച് ചെയ്തു. So thank you so much. That's all. Thank you very much. Thank you so much. Thank you Muhammad. Thank you very much. Thank you Mr. Muralidharan. Thank you so much. So നിലമ്പൂരിന്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തേക്ക് ഇത്രമാത്രം. വലിയൊരു പരിപാടിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.